ശ്രീ മേജർ രവി, ഞങ്ങൾക്ക് പങ്കില്ല എന്ന് പാകിസ്ഥാൻ വെറുതെ കള്ളം പറയുന്നുണ്ട്. അതുമാത്രമല്ല, എന്താണ് മണിപ്പൂരിൽ നോക്കൂ, അസമിൽ നോക്കൂ, അവിടെ നോക്കൂ, ഇവിടെ നോക്കൂ, അവിടെയൊക്കെ ഇന്ത്യക്ക് ഭരണകൂടത്തിൻ്റെ റവല്യൂഷനാണ്. ഒന്നാം തരം കള്ളമാണ്. നമുക്കൊന്നല്ല, എന്തിന് മുംബൈ ഭീകരാക്രമണത്തിൽ പോട്ടെ, കാർഗിൽ ഭീകരാക്രമണത്തിൽ ഞങ്ങൾക്ക് പങ്കുണ്ട് എന്ന് പാകിസ്ഥാൻ സമ്മതിച്ചിട്ടില്ല. പിന്നാണോ ഈ ഭീകരാക്രമണം? ഇവിടെ ശ്രീ മേജർ രവി, ഇത് പക്ഷേ സാധാരണ ഉണ്ടാകുന്ന തീവ്രവാദി ആക്രമണങ്ങൾ പോലെയല്ല, വളരെ പ്ലാൻഡ് ആണ്. പ്ലാൻഡ് എന്ന് പറഞ്ഞാൽ ടു ബി പ്രിസൈസ്, അങ്ങേയറ്റം എല്ലാ കാര്യത്തിലും വളരെ പ്ലാൻഡ് ആണ്. ഇതിനോടകം അവിടെ ഈ മേഖല വളഞ്ഞു എന്ന് പറയുമ്പോൾ പോലും ഇപ്പോഴും ഒളിച്ചിരിക്കാനുള്ള സങ്കേതങ്ങൾ അവർ കണ്ടെത്തിയിട്ടുണ്ട്. ഈ പറയുന്ന വിളിച്ചു നിർത്തി പേര് ചോദിക്കൽ, കേട്ട് വെടിവെച്ച് കൊല്ലുക എന്ന് പറയുന്നത് ശ്രീ മേജർ രവി, ഇവർക്കെന്ത് ഹിന്ദു, ഇവർക്കെന്ത് മുസ്ലിം? ഇവരുടെ മുന്നിൽ ശത്രുക്കൾ ഇന്ത്യക്കാർ മാത്രമല്ലേ? അപ്പോൾ ആ പറയുന്ന ആ കാണിച്ച ഗൂഢതന്ത്രത്തിന് പോലും, കുടിലതന്ത്രത്തിന് പോലും ഇവന്മാരുടെ ഉള്ളിലെ ഒരു സിനിക്കൽ ഡിസൈനില്ലേ ശ്രീ മേജർ രവി, താങ്കൾ രാവിലെ പറഞ്ഞതുപോലെ? ഈ പ്ലാൻ എന്ന് പറയുന്നത് വേറൊരു മിലിറ്റന്റ് അറ്റാക്കായിട്ട് ഞാൻ കാണുന്നില്ല. ഇത് വളരെ ഭീകരമായിട്ടുള്ളൊരു അറ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മറ്റത് മിലിറ്റൻസ് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ അവർ ജനങ്ങളെ ടെററൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വരും, വെടിവെക്കും. അതിൽ മരിച്ചവർ മരിച്ചു, മരിക്കാത്തവർ, അതിൽ ഹിന്ദു ഉണ്ടാവും, മുസ്ലിം ഉണ്ടാവും, എല്ലാവരും ഉണ്ടായിരിക്കും. പക്ഷെ ഇപ്രാവശ്യം കാണിച്ചിരിക്കുന്നത് വളരെ കാറ്റഗറിക്കലായിട്ട് വന്നിട്ട് ഒരു പെർട്ടിക്കുലർ കാസ്റ്റ്, അത് ഹിന്ദു ആണോ എന്ന് ചോദിച്ചുകൊണ്ട് വെടിവെച്ച് കൊല്ലുന്നു എന്ന് പറയുന്ന സമയത്ത്, ഇത് ലഷ്കർ ഇ തോയ്ബ അവിടെ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതെന്തിനവിടെ പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ കാലത്തോട്ട് പറയുന്ന അതേ ഐഡിയ ആണ്. ഇത് അവർ വന്നിട്ട് ഇവിടെ നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ ഇത് ആക്ച്വലി പറഞ്ഞ് നമ്മളെ ഉണർത്തിയിരിക്കുകയാണ്. ഇന്ത്യക്കാരെ ഒറ്റക്കെട്ടായി നിൽക്കാൻ വേണ്ടി ഉണർത്തിയിരിക്കുന്ന ഒരു അറ്റാക്കാണത്. അതിൽ മരിച്ചുപോയിട്ടുള്ള 30ഓളം ആളുകളുണ്ട്. പാവപ്പെട്ട അവരുടെ കുടുംബങ്ങളോട് എല്ലാവിധ സഹതാപവും അവരോടുള്ള ആദരാഞ്ജലിയും അർപ്പിച്ചുകൊണ്ട് തന്നെ പറയുന്നു, ദേ മൈറ്റ് ബി ദ സാക്രിഫൈസസ്, അവരാണ് ഈ വിക്ടിംസ് ഓഫ് ദിസ് വേക്കിംഗ് അപ്പ് ദ ഇന്ത്യൻസ് ടുഗദർനെസ്. ആ ഒറ്റക്കെട്ടായി നിൽക്കേണ്ടതായിട്ടുള്ള ആ ഒരു ടുഗദർനെസ്സിനോട് വേണ്ടിയിട്ടുള്ള ഒരു അറ്റാക്കായിട്ടാണ് ഞാനിത് കാണുന്നത്. ബിക്കോസ് ഇന്ന് ജനങ്ങളും റിയലൈസ് ചെയ്തു. ഞാൻ ഈ കാലത്ത് പറഞ്ഞതിന് അതിൻ്റെതായിട്ടുള്ള റിയാക്ഷൻസ് എനിക്ക് വരുന്ന മെസ്സേജുകൾ, ഓഫ്കോഴ്സ് കഴിഞ്ഞ ആഴ്ചയിൽ കുറെ എന്നെ പൊങ്കാലായിട്ടുള്ള കുറെ ഇഷ്യൂസൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ നുണ പറഞ്ഞൊന്നുമല്ല, ഞാനിപ്പോഴും ഞാൻ നുണ പറഞ്ഞിട്ടൊന്നുമില്ല. അത് പിന്നീട് അതിനെക്കുറിച്ച് സംസാരിക്കില്ല. പക്ഷെ അവിടെ അവർ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. സാർ പറഞ്ഞ ഈ ഒരു പോയിന്റ്, അത് നമ്മളാരും ചിന്തിക്കാത്തൊരു പോയിന്റാണ്. ശരിയല്ല. എന്തിനാണ് ഇവൻ ഹിന്ദു ആണോ എന്ന് ചോദിച്ച് ഇന്നവരെ കശ്മീരി മിലിറ്റൻസിയിൽ 80s നടത്തുന്നുണ്ട്. ഹിന്ദു ആണോ മുസ്ലിം ആണോ എന്ന് പറഞ്ഞ് അവർ വെടിവെച്ച് കൊല്ലുമായിരുന്നു. മുസ്ലിംസിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഹിന്ദുക്കളെ വെടിവെച്ച് കൊല്ലുമായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ 80s മിലിറ്റൻസി വന്ന സമയത്ത് പണ്ഡിറ്റ്ജീസ്, അവിടുത്തെ കശ്മീരി പണ്ഡിറ്റുകൾ പലായനം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പല മുസ്ലിം ഫാമിലീസും ഇവർക്ക് അഭയം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അഭയം കൊടുത്തിട്ടുള്ള വില്ലേജുകളെ ഇവർ തെരഞ്ഞു പിടിച്ചിട്ട് ഈ മിലിറ്റൻസ് അറ്റാക്ക് വരുന്നു. അങ്ങനെ അവിടെ ഹിന്ദു അല്ല മുസ്ലിം ആണെന്നും പറഞ്ഞ് അവരെ പോലെ തന്നെ വേഷധാരണം ചെയ്ത് നിൽക്കുന്ന ആളുകളെ തിരിച്ചറിയാൻ വേണ്ടി അവർ മാറ്റി നിർത്തിക്കൊണ്ട് ഇതുപോലെ നോക്കിയിട്ട് അവർ മുസ്ലിം ആണോ എന്ന് ചെക്ക് ചെയ്തുകൊണ്ട് വെടിവെച്ച് കൊള്ളുന്നൊരു സിസ്റ്റം അന്നുണ്ടായിരുന്നു. പക്ഷെ പിന്നീടത് അവിടുത്തെ കശ്മീരി പണ്ഡിറ്റുകളെല്ലാം അവിടുന്ന് പലായനം ചെയ്ത് പോയതിനു ശേഷം പിന്നീട് ഇങ്ങനൊരു സംഭവം അവിടെ നടന്നിട്ടില്ല. അപ്പൊ ഇത്രയും കാലത്തിന് ശേഷം ഇപ്പം എന്തെങ്കിലും ചോദ്യം, പെഹൽഗാമിനകത്ത് അധികം നോക്കിക്കഴിഞ്ഞാൽ ഹാർഡ്ലി 4-5 അമ്പലങ്ങളും അതിന് ചുറ്റുവട്ടമുള്ള കുറച്ച് ഹിന്ദുക്കൾ വെച്ച് ബാക്കി എല്ലാവരും മുസ്ലിംസ് തന്നെയാണ്. അപ്പൊ ഇവിടെ വന്നിട്ട് ഈ ചോദിക്കുന്ന പിന്നെ അവിടുത്തെ ടൂറിസ്റ്റുകളെ തേടി പിടിച്ചുകൊണ്ട് ചെയ്യുന്നു. ഇത് ഇറ്റ്സ് എ ഡബിൾ എഡ്ജ് വെപ്പൺ വിച്ച് ദേ ഹാവ് പ്ലേഡ്. ഒന്ന്, അവിടെയുള്ള ഈ കാശ്മീരിന്റെ 370 ആർട്ടിക്കിൾ പോയതിനു ശേഷം ജനങ്ങൾ സുഖിച്ചുകൊണ്ട് അവര് ഗവൺമെന്റിനോട് ചേർന്ന് നിന്നുകൊണ്ട് ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ 4ാമത്തെ വർഷത്തിൽ അതിൽ നിന്ന് അവർക്ക് മാറ്റിയെടുക്കണം. അത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പാകിസ്ഥാൻ്റെ ഒരു സാജിഷ് എന്ന് പറയും. അവരൊരു ഒരു കളിയാണ് കളിച്ചിരിക്കുന്നത്. പക്ഷെ എന്തേ നിങ്ങൾ ഇവിടെ വന്നിട്ട് ഈ ഹിന്ദു ആണോ എന്നുള്ള ചോദ്യം ചോദിച്ചിരിക്കുന്നു? അതെന്താണ്? അപ്പം നമ്മുടെ നാട്ടിനകത്തും നമുക്ക് ശത്രുക്കളുണ്ടെന്നുള്ള തീരുമാനമായി. ഈ ഒരു ഡയലോഗ് കൂടെ പറയണമെങ്കിൽ അതിന് വേറൊരു അർത്ഥമുണ്ട്. ഹിന്ദുവാണെന്ന് ചോദിച്ചുകൊണ്ട് മുസ്ലിം ടെററിസ്റ്റുകൾ വന്ന് വെടിവെച്ച് കൊന്നു കഴിഞ്ഞാൽ അവിടെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വരുന്നുണ്ട്. എന്താണ്? അപ്പോൾ മുസ്ലിംസ് ഹിന്ദുക്കളെ തെരഞ്ഞു പിടിച്ച് വെടിവെച്ച് കൊന്നു. അതിനെയാണ് ഞാൻ പറഞ്ഞത്, ജനങ്ങൾ ഇത് നിങ്ങൾക്കൊരു ഉണരാനുള്ള ഒരു സന്ദർഭമാണ്.
ശരി, താങ്കൾ പറയുന്നത് അത്തരത്തിൽ അവരുടെ കുടിലമായ ബുദ്ധിയിൽ അവരൊരുക്കുന്ന കെണിയിൽ പോയി നമ്മൾ വീണുകൂടാ എന്നാണ് ശരിയായ കാര്യവുമാണ്. ഞാൻ അങ്ങനെയൊക്കെ താമസിക്കും.